ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഓൺലൈൻ എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ട് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ എക്സാം ആക്കിയവരപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഡിസംബറിലാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പേപ്പർ 10 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, MCQ കമ്പൈലേഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നിന്ന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് തരാം. തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ക്വസ്റ്റ്യൻ അതിലുണ്ട്, ഓപ്ഷൻ അതിലുണ്ട്, ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി ക്ലിയർ ചെയ്യാം. ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ മാത്രമേ ഉള്ളൂ. അതായത് ഓപ്ഷൻ A, B, C, Dയിൽ ഏതാണ് ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത് എന്ന് അതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് തരാം. അപ്പൊ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്ന MCQ കമ്പൈലേഷൻ. നമുക്കിവിടെ കാണാം പേപ്പർ 10 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതാണ് ആ MCQ കമ്പൈലേഷൻ. നമുക്ക് ഇതിലത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബിറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, ഇതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ PV റേഷ്യോ ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് 0.4 ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ₹40 per unit. മാർജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് നമ്മളോട് ചോദിച്ചത് മാർജിനൽ കോസ്റ്റ് എത്രയെന്നാണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിന്റെ വേറൊരു പേരാണ് മാർജിനൽ കോസ്റ്റ്. നമുക്ക് PV റേഷ്യോ തന്നിട്ടുണ്ട് 0.4 ആണ്, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് ₹40. അപ്പൊ നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ്. PV റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. എന്തിന്റെ റേഷ്യോ ആണ്? കോൺട്രിബ്യൂഷന്റെ റേഷ്യോ ആണ്. അപ്പോ PV റേഷ്യോ 0.4 ആണ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷന്റെ റേഷ്യോ 0.4 ആണ്. അപ്പൊ ബാക്കിയുള്ള 0.6 ആയിരിക്കും എന്തിന്റെ റേഷ്യോ? വേരിയബിൾ കോസ്റ്റിന്റെ റേഷ്യോ. കാരണം വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് കിട്ടണം. അപ്പൊ 0.4 ആണ് കോൺട്രിബ്യൂഷൻ എന്നുണ്ടെങ്കിൽ 0.6 ആവും വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ഈ ഒരു ഡാറ്റ തന്നിട്ടുള്ളത് എന്തിനാ? നമുക്ക് ഇതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ റേഷ്യോ കിട്ടി 0.6 ആണ്. നമ്മൾ ആൻസറിലേക്ക് എങ്ങനെ എത്തും? സെല്ലിംഗ് പ്രൈസ് ₹40 into variable cost in the ratio 60%, that is 0.6. The answer will be 24. ഇതാണല്ലോ നമുക്ക് കിട്ടിയ ആൻസർ. ആൻസർ ഇവിടെ ഉണ്ട്, നമ്മളത് ടിക്ക് അടിക്കും. സോ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻസർ വിൽ ബി B. ഓക്കെ, നെക്സ്റ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 9. ഇഫ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ആർ 400. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് അവേഴ്സ് തന്നിട്ടുണ്ട് 400 ആണ്. ₹1 per hour. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ₹1 ആണ്. ആക്ച്വൽ അവേഴ്സ് തന്നിട്ടുണ്ട് 380 ആണ്. ആക്ച്വൽ റേറ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് അവേഴ്സ്, സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ അവേഴ്സ്, ആക്ച്വൽ റേറ്റ്. നമ്മൾ എന്താ കാണുന്നത്? ലേബർ റേറ്റ് വേരിയൻസ്. എന്താ ഇക്വേഷൻ? ലേബർ റേറ്റിന്റെ വേരിയൻസിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്. ഇതാണ് ഇക്വേഷൻ. നമ്മൾ 1 - 2 2 - 4 ഒക്കെ ഇട്ട് അങ്ങനെ പഠിച്ചവരുണ്ട്. ഇതാണ് അതിന്റെ കറക്റ്റ് ഇക്വേഷൻ ഫോം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര ക്വസ്റ്റ്യനില്? സ്റ്റാൻഡേർഡ് റേറ്റ് ₹1 മൈനസ് ആക്ച്വൽ റേറ്റ് എത്രയാ? 1.25 ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്. ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു 380. So the answer will be 1 minus 1.25 into 95. നെഗറ്റീവ് ഫിഗർ ആണ്, അഡ്വേഴ്സ് ആണ്. 95 അഡ്വേഴ്സ്. ആൻസർ ഇതിൽ ഉണ്ടല്ലോ, ഉണ്ട്. ഏതാ? D. ഓക്കെ, ക്വസ്റ്റ്യൻ 10. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് 100 hours. അപ്പൊ നമുക്ക് ഈ ഇനീഷ്യൽ യൂണിറ്റ് തരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ലേണിംഗ് കർവിന്റെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് 80% ലേണിംഗ് റേറ്റ്. 80% ആണ് ലേണിംഗ് റേറ്റ് റേഷ്യോ. വാട്ട് ഈസ് ദ ടോട്ടൽ ടൈം ഫോർ 4 യൂണിറ്റ്? ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. 1 2 4. കാരണം ലേണിംഗ് കർവ് കാണുമ്പോൾ എപ്പോഴും ഡബിൾ ആയിട്ടാണ് എടുക്കേണ്ടത്. ഫസ്റ്റത്തത് 100 ആണ്, 100. രണ്ടാമത്തത് അപ്പോൾ 100 ഇൻറ്റു 0.8. 0.8 എടുക്കാനുള്ള കാരണം എന്താ? 80% ആയതുകൊണ്ട് നമ്മൾ ലേണിംഗ് കർവ് എടുക്കുമ്പോൾ സമയം കുറയും.
ആളുകൾ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ സമയം കുറയും. അപ്പൊ രണ്ടാമത്തത് 80. മൂന്നാമത്തതോ 80 ഇൻറ്റു 0.8, ദാറ്റ് ഈസ് 64. നമ്മളോട് ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദി ടോട്ടൽ ടൈം ഫോർ 4 യൂണിറ്റ്? 4 യൂണിറ്റിന്റെ ടോട്ടൽ ടൈം ആണ്. അപ്പൊ എങ്ങനെ കാണും? 4 ഇൻറ്റു 64. ടോട്ടൽ ടൈം വിൽ ബി 4 ഇൻറ്റു 64, 256. ആൻസർ ഉണ്ടോ? ഉണ്ട്. ഏതാ? ഡി. ക്ലിയർ. Question number 11. Okay, question number 11. Sales is rupees 4 lakh. Variable cost 3 lakh. Fixed cost 75,000. Investment 1,50,000 ആണ്. Desired return 20% on investment. What is the residual income? ഇത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ റെസിജ്വൽ ഇൻകം എങ്ങനെയാ കാണാം? നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, എത്രയാ? 4 lakh. മൈനസ് വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, എത്രയാ? 3 lakh. സോ കോൺട്രിബ്യൂഷൻ വിൽ ബി 1 lakh. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് മൈനസ് 75,000. സോ ദ പ്രോഫിറ്റ് വിൽ ബി 25,000. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, എത്രയാ? 25,000. നമ്മളോട് എന്ത് കാണാനാ പറഞ്ഞത്? റെസിജ്വൽ ഇൻകം. എങ്ങനെയാ കാണാം? ഈ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ഡിസൈഡ് റിട്ടേൺ, ലെസ് ഡിസൈഡ് റിട്ടേൺ. സാർ അപ്പൊ എങ്ങനെയാ ഈ ഡിസൈഡ് റിട്ടേൺ കാണാം? അത് കാണാനുള്ള ഇൻഫർമേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. 1.5 ലക്ഷമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഡിസൈർ ചെയ്യുന്ന റിട്ടേൺ 20% ആണ്. ഏതെങ്കിലും 20%? 1.5 ലക്ഷം നമ്മൾ മുടക്കും, അതിന്റെ 20% നമുക്ക് കിട്ടണം. സോ 1,50,000 ഇൻറ്റു 20%. ഇതായിരുന്നു നമ്മൾ ഡിസൈർ ചെയ്ത റിട്ടേൺ, 30,000. So the answer will be 25,000 minus 30,000, 5,000 നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ഉണ്ടോ? ഏതാ? ഓപ്ഷൻ ഡി, 5,000 നെഗറ്റീവ്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഓപ്ഷൻ ഡി, 5,000 നെഗറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. സെയിൽസ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ജനുവരിത്തെ സെയിൽ തന്നിട്ടുണ്ട്, 3 lakh ആണ് സെയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ജനുവരിയാണ് 3 lakh ആണ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ ആർ 80%. ക്രെഡിറ്റ് പീരീഡ് 2 months. അപ്പോ ജനുവരിയിൽ നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാ ആ പൈസ തിരിച്ചു കിട്ടുക? 2 മാസം കഴിഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ചിലെ ആ പൈസ കിട്ടുള്ളൂ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? മാർച്ചിലത്തെ എമൗണ്ട് കളക്റ്റഡ്. ഇപ്പൊ ജനുവരിയിൽ എത്രയാണോ ക്രെഡിറ്റ് സെയിൽ, അതാവും മാർച്ചിൽ കിട്ടാണ്ടാവുക. സിമ്പിൾ ആണ്. 3 lakhന്റെ 80% ആണ് ക്രെഡിറ്റ് സെയിൽ. എന്ന് പറഞ്ഞാൽ 2,40,000 രൂപയാണ് ക്രെഡിറ്റ് സെയിൽ. ഇത് നമുക്ക് കിട്ടാണ്ടാവും എപ്പോ? 2 മാസം കഴിഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ മാർച്ചിൽ. അപ്പോൾ മാർച്ചിൽ കിട്ടാനുള്ള എമൗണ്ട് എത്ര? 2,40,000. സോ ദ ആൻസർ വിൽ ബി ബി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഓവറായിട്ട് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഓക്കെ, ബാക്കിയൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പ്രോബ്ലം, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ? വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, then question number 19. That in 2 consecutive periods, sales and profit were 1,60,000 and 8,000 respectively first period, and 1,80,000, 14,000 respectively during the second period. ഇപ്പൊ 2 വർഷത്തെ സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. 2 വർഷത്തെ. ഫസ്റ്റ് ഇയറിലെ സെയില് 1,60,000 ആണ്, അവിടെ പ്രോഫിറ്റ് 8,000 രൂപയാണ്. സെക്കൻഡ് പീരീഡത്തെ സെയില് 1,80,000 രൂപയാണ്, അവിടെ പ്രോഫിറ്റ് 14,000 രൂപയാണ്. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ് ബിറ്റ്വീൻ 2 പീരീഡ്, പി വി റേഷ്യോ ആണ് കാണേണ്ടത്. നമുക്കറിയാം പി വി റേഷ്യോക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ഇൻറ്റു 100, മറ്റൊന്ന് 2 പീരീഡിന്റെ ഡാറ്റ തന്നാൽ നമ്മൾ എങ്ങനെ കാണും? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അപ്പൊ ഈ ഇത് 2 പീരീഡ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചേഞ്ച് ഇൻ പ്രോഫിറ്റും ചേഞ്ച് ഇൻ സെയിൽസും കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എത്ര? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് 2 പ്രോഫിറ്റുകൾ നമ്മൾ വ്യത്യാസം 6,000 രൂപ.
ചേഞ്ച് ഇൻ സെയിൽസ് എത്ര? രണ്ട് സെയിലുകൾ തമ്മിലുള്ള വ്യത്യാസം 20,000 രൂപ. സോ പി വി റേഷ്യോ വിൽ ബി ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് into 100. 6,000 divided by 20,000 into 100. That will be 30%. ഇതാണ് പി വി റേഷ്യോ. ആൻസർ ഉണ്ടോ? ഏതാ? സി. സി വിൽ ബി ദി ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ബഡ്ജറ്റഡ് സെയിൽ ഫോർ നെക്സ്റ്റ് ഇയർ. ബഡ്ജറ്റഡ് സെയിൽ തന്നിട്ടുണ്ട്. 5 lakh ആണ് സെയില്. ഡിസൈഡ് എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി 1,50,000 ആണ്. ഈക്വലന്റ് യൂണിറ്റ്സ് ഇൻ എൻഡിങ് വർക്ക് ഇൻ പ്രോഗ്രസ് 60,000 ആണ്. ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ് ഓഫ് ഇൻവെന്ററി ഫോർ ദ നെക്സ്റ്റ് ഇയർ ഇസ് 80,000 with 50,000 equivalent units in the beginning of work in progress inventory. How many equivalent units should be produced? ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? സെയിൽസ് ഉണ്ട്, നമുക്ക് എന്തായാലും 5 ലക്ഷം യൂണിറ്റ് വിൽക്കാണ്ട്. അപ്പൊ ഈ യൂണിറ്റ് നമ്മൾ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിന്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിങ്, എൻഡിങ്, ഇത്രയും ഫിനിഷ്ഡ് ഗുഡ്സും അവിടെ ബാക്കി വേണം. സെയിൽ ചെയ്ത യൂണിറ്റ് കഴിഞ്ഞിട്ട് അവിടെ ബാക്കി നമ്മളടുത്ത് 1.5 വേണം. അപ്പൊ അതും കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. നല്ല ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഒരു 60,000 കിടക്കുന്നുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 60,000. അപ്പൊ ഇത്രയും യൂണിറ്റ് നമ്മുടെ കയ്യിൽ എന്തായാലും ബാലൻസ് വേണം. എന്ന് പറഞ്ഞാൽ 5 lakh plus 1,50,000 plus 60,000, 7,10,000 നമ്മൾ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. 7,10,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് സെയിലായിട്ട് പോകും. ഇത് നമ്മുടെ കയ്യിൽ ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് ബാക്കി ഉണ്ടാവും. ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ബാക്കി ഉണ്ടാവും. അപ്പൊ 7,10,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ അതിൽ എന്തുണ്ട്? 80,000 ഒരു 50,000 അവിടെ ഓപ്പണിംഗിൽ ഉണ്ട്. അപ്പൊ ബാക്കി ഉണ്ടാക്കിയാൽ പോരെ? മതി. ഇതിന്ന് 80,000 നമ്മുടെ അടുത്ത് ഓപ്പണിംഗ് ഉണ്ടായതുകൊണ്ട് അത് കഴിച്ചിട്ട് ബാക്കി മൈനസ് 50,000 കൂടിയും കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 7,10,000 മൈനസ് 80,000 മൈനസ് 50,000, 5,80,000 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആൻസറിൽ ഉണ്ടോ? ഉണ്ട്. ദ ഓപ്ഷൻ ഈസ് എ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇത് കുറച്ച് ട്വിസ്റ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ എന്താ? ആകാശ് ലിമിറ്റഡ് ഈസ് പ്രിപ്പയറിംഗ് ഇറ്റ്സ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. സെയിൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി 1 lakh. സെയിൽസ് ഏപ്രിലിൽ 1 ലക്ഷമാണ്. മെയ്യില് ഏപ്രിലിൽ അത് 1 ലക്ഷമാണ്. മെയ് അത് 2 ലക്ഷമാണ്. ജൂൺ 3 ലക്ഷമാണ്. ജൂലൈ 1 ലക്ഷമാണ്. ഹാഫ് ഓഫ് ദി സെയിൽസ് ആർ ക്യാഷ് സെയിൽ ആൻഡ് അതർ ഹാഫ് ആർ ഓൺ ക്രെഡിറ്റ്. എല്ലാ മാസത്തിന്റെ പകുതി ക്യാഷ് സെയിലും പകുതി ക്രെഡിറ്റ് സെയിലും. എക്സ്പീരിയൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് 70% ഓഫ് ദ ക്രെഡിറ്റ് സെയിൽ വിൽ ബി കളക്ടഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ സെയിൽ. ഈ ക്രെഡിറ്റ് സെയിലിന്റെ 70% അടുത്ത മാസമാണ് കിട്ടുക. ആൻഡ് 20% ഓഫ് ദി മന്ത് ആഫ്റ്റർ ദാറ്റ്, 20% അതും കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസമാണ് കിട്ടുക. ആൻഡ് 10% ഇൻ ദി തേർഡ് മന്ത്, ബാക്കിയുള്ള 10% അതും കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസമാണ് കിട്ടുക. ദ ബഡ്ജറ്റഡ് കളക്ഷൻ ഫോർ ദ മന്ത് ഓഫ് ജൂലൈ. നമ്മളോട് ചോദിച്ചത് ജൂലൈയിലത്തെ കളക്ഷൻ എത്രയെന്നാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യും. നമുക്ക് ആദ്യം സെയിൽസ് ഒന്ന് എഴുതിയെടുക്കാം ഓരോ മാസത്തെയും, കാരണം അത് ആവശ്യമുണ്ട് കാൽക്കുലേഷൻ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഈ 4 പീരീഡത്തെ സെയിൽ തന്നിട്ടുണ്ട്. ഏപ്രിലില് 1 lakh, മെയ് 2 lakh, ജൂൺ 3 lakh, ജൂലൈ 1 lakh. ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏപ്രിലില് ഈ സെയിലില് 50,000 ക്യാഷ് സെയിലും 50,000 ക്രെഡിറ്റ് സെയിലുമാണ്. പകുതി പകുതി. ഈ സെയിലും അതേപോലെ 1 ലക്ഷം ക്യാഷ് സെയിലും 1 ലക്ഷം ക്രെഡിറ്റ് സെയിലുമാണ്. ഇതിൽ അതേപോലെ 1.5 ലക്ഷം ക്യാഷ് സെയിലും 1.5 ലക്ഷം ക്രെഡിറ്റ് സെയിലുമാണ്. സെയിം ജൂലൈയിൽ 50,000 ക്യാഷ് സെയിലും 50,000 ക്രെഡിറ്റ് സെയിലും. ഇതൊക്കെയാണല്ലോ എല്ലാ മാസവും പകുതി പകുതി ക്യാഷും ക്രെഡിറ്റും. ഇവിടെ പറഞ്ഞ വേറൊരു കേസ്, ഏപ്രിലത്തെ ക്രെഡിറ്റ് സെയിലിന്റെ
70% അടുത്ത മാസം കിട്ടും. ഏപ്രിലത്തെ ക്രെഡിറ്റ് സെയിലിന്റെ 70% അടുത്ത മാസം കിട്ടും. ബാക്കിയുള്ള 20% അതിന്റെ അടുത്ത മാസം കിട്ടും എന്ന് പറഞ്ഞാൽ ജൂണിൽ കിട്ടും. ബാക്കിയുള്ള 10% അതിന്റെ അടുത്ത മാസം കിട്ടും. അങ്ങനെ മൊത്തം 100% ഈ 3 മാസങ്ങൾ കൊണ്ട് കിട്ടിത്തീരും. ഓക്കെ ആണല്ലോ. ഇനി മെയിലത്തെ 70% അപ്പൊ കിട്ടുക ജൂണിലായിരിക്കും. 20% കിട്ടുക ജൂലൈയിലായിരിക്കും. ബാക്കിയുള്ള 10% അടുത്ത മാസമായിരിക്കും കിട്ടുക. അത് നമുക്കിവിടെ കണക്കിൽ വരാത്തതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ജൂണിലത്തെ 70% ജൂലൈയിൽ കിട്ടും. 20% അതിന്റെ അടുത്ത മാസം കിട്ടും. ബാക്കിയുള്ള 10% അതിന്റെ അടുത്ത മാസവും കിട്ടും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. നമ്മളോട് ചോദിച്ചത് ജൂലൈ മാസത്തിൽ എത്രയാണ് എമൗണ്ട് കിട്ടാണ്ടാവുക, ക്യാഷ് കളക്ട് ചെയ്തത് എത്രയാണ്. ആദ്യം നോക്കുക, ഏപ്രിലത്തിൽ നിന്ന് നമുക്ക് ജൂലൈയിലേക്ക് വന്നത് 10% എന്ന് പറഞ്ഞാൽ ഏപ്രിലത്തെ ക്രെഡിറ്റ് സെയിലിന് 10%. ദാറ്റ് ഈസ് ഏപ്രിലത്തെ ക്രെഡിറ്റ് സെയിലിന്റെ 10%, 5000 രൂപ ജൂലൈയിൽ കിട്ടാനുണ്ടാവും. ഇനി മെയിലത്തെ 20% ജൂലൈയിൽ കിട്ടാണ്ടാവും. ഏതിന്റെ? ക്രെഡിറ്റ് സെയിലിന്റെ. അപ്പോ മെയിലത്തെ ക്രെഡിറ്റ് സെയിലിന്റെ 20% കിട്ടാണ്ടാവും എന്ന് പറഞ്ഞാൽ 20,000 രൂപ. ഓക്കെ. ജൂണിലത്തെ ക്രെഡിറ്റ് സെയിലിന്റെ 70% കിട്ടാണ്ടാവും. ജൂണിലത്തെ ക്രെഡിറ്റ് സെയിലിന്റെ. അപ്പൊ ജൂൺ ക്രെഡിറ്റ് സെയിൽ എത്ര? 1.5 ലക്ഷം. അതിന്റെ 70% എന്ന് പറഞ്ഞാൽ 1,50,000 into 1,05,000. 1,05,000. ഇപ്പൊ ഇത്രയും പൈസ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തത് കിട്ടാണ്ടാവും. പ്ലസ് ജൂലൈത്തെ ക്യാഷ് സെയിലും നമുക്ക് കിട്ടാണ്ടാവും. നമ്മളോട് ചോദിച്ചത് ജൂലൈ മാസത്തിൽ മൊത്തം ക്യാഷ് ആയിട്ട് എത്ര കിട്ടും എന്നുള്ളതാണ്. ജൂലൈ മാസത്തിൽ ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. ജൂലൈ മാസത്തിൽ ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. പക്ഷെ ജൂലൈ മാസത്തിന്റെ ക്രെഡിറ്റ് സെയിൽ അതിന്റെ അടുത്ത മാസങ്ങളിലേ കിട്ടുള്ളൂ. അപ്പൊ ഈ ഭാഗം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ക്യാഷ് നമുക്ക് ആ മാസം തന്നെ കിട്ടൂലേ? കിട്ടും. ഇപ്പൊ ജൂലൈയിലത്തെ ക്യാഷ് ആയിട്ട് കിട്ടിയ 50,000. മൊത്തം നമുക്ക് എത്ര രൂപ കിട്ടി? 5,000 പ്ലസ് 20,000 പ്ലസ് 1,05,000 പ്ലസ് 50,000. ദാറ്റ് ഈസ് 1,80,000 നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. ഇത്രയും ഭാഗം ക്രെഡിറ്റ് സെയിലിന്റെ പൈസ, ഇത് ക്യാഷ് ആയിട്ട് ആ മാസത്തെ കിട്ടിയത്. മൊത്തം 1,80,000. ഇതാണ് ആൻസർ. ഇത് ഇതിലുണ്ടോ നോക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. യെസ്, ദ ആൻസർ ഈസ് 21. ആൻസർ ഈസ് ബി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക്വേർഡ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During the month of March, 560 kg of material were purchased and total cost of rupees 15,904. Stock of material increased by 15 kg. Company's policy to value the stock at standard purchase price if the material price variance. Standard costing question ആണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയെന്നാണ് കാണേണ്ടത്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. ഇതില് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് 224 അഡോസ് ആണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് നമുക്കറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്ങനെ കാണുക? 560 കിലോഗ്രാം ആണ് നമ്മൾ വാങ്ങിയത്. മൊത്തം ചെലവായത് 15,904 ആണ്. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 15,904 രൂപ ഡിവൈഡഡ് ബൈ 560 കിലോഗ്രാം. അപ്പോൾ ഒരു യൂണിറ്റിന്റെ ആക്ച്വൽ പ്രൈസ് കിട്ടും. ഒരു യൂണിറ്റിന്റെ ആക്ച്വൽ പ്രൈസ് 15,904.
904 divided by 560. Actual price is 28.4 into actual quantity. Actual quantity എത്ര? 560. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് പ്രൈസ് ഡിറൈവ് ചെയ്തുകൂടെ? ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 224, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. 224 ഡിവൈഡഡ് ബൈ 560, 224 divided by 560 equal to standard price minus 28.4. Standard price equal to, ഇതിന്റെ ആൻസർ വരിക 0.4 ആണ്. മൈനസ്, കാരണം ഇത് 224 അഡ്വാൻസ് ആയതുകൊണ്ട് ഇതിന്റെ ആൻസറും മൈനസ് ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ഈക്വൽ ടു 28. കാരണം ഇവിടെ 28 വന്നാലേ 28 നിന്ന് 28.4 കുറക്കുമ്പോൾ മൈനസ് 0.4 ആൻസർ കിട്ടുള്ളൂ. കാരണം അതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ദ ആൻസർ ഈസ് 28. ദാറ്റ് ഈസ് ഓക്കെ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കിയാലും മതി. ദെൻ ഇനി കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് പിന്നുള്ളത്. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 75 ആണ്. ഓക്കെ, തിയറി നിങ്ങൾ നോക്കണം. തിയറി അവിടെ താഴെ ആൻസർ കൊടുത്തതുകൊണ്ടാണ് ഞാനത് വർക്ക്ഔട്ട് ചെയ്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 75. XYZ Limited makes special gadget for the car it manufactures. The machine for the gadget worked to full capacity and incur 15 lakh and 40 lakh respectively. 15 ലക്ഷവും 40 ലക്ഷവും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. അതായത് വേരിയബിൾ കോസ്റ്റ് 15 ലക്ഷവും ഫിക്സഡ് കോസ്റ്റ് 40 ലക്ഷവുമാണ്. If all the gadgets were purchased from an outside supplier, the machine could be used to produce other item which would earn a total contribution of 25 lakh. ഇതെന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. അവർക്കൊരു സ്പെഷ്യൽ ഗാഡ്ജറ്റ് വേണം. അത് അവരിപ്പോൾ നിലവിൽ അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വേരിയബിൾ കോസ്റ്റ് ഒരു 15 ലക്ഷം രൂപയും ഫിക്സഡ് കോസ്റ്റ് ഒരു 40 ലക്ഷം രൂപയും ചിലവുണ്ട് അവരെന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇനി അവരത് പുറത്തുനിന്നാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഈ ഗാഡ്ജറ്റ് പുറത്തുനിന്നാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെഷീൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. അതിൽ നിന്ന് നമുക്കൊരു 25 ലക്ഷം രൂപ ലാഭമുണ്ട്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം പ്രൈസ് that XYZ Limited should be willing to pay outside supplier? ഔട്ട്സൈഡ് സപ്ലയർക്ക് എത്ര രൂപ കൊടുക്കണം? ഇത് ശരിക്കും ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ലോസ്റ്റ്. ശരിയാണല്ലോ? ആണ്, സിമ്പിൾ ആണ് ആ ലോജിക്ക് വെച്ചത്. ഇതിൽ എത്ര വേരിയബിൾ കോസ്റ്റ്? 15. കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് എത്ര? ഈ കോൺട്രിബ്യൂഷൻ നമുക്ക് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലാണ് ഈ കോൺട്രിബ്യൂഷൻ കിട്ടുക എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് അല്ലേ? അതെ. ഇപ്പൊ 20. അപ്പൊ ഇതാണ് ശരിക്ക് അവരുടെ നിന്ന് ചാർജ് ചെയ്യേണ്ട പ്രൈസ്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ കുറെ ഉണ്ട്, ശരി. ഈ രണ്ട് സംഗതി മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഈ ആൻസർ ഇതിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഈസ് എ, ദാറ്റ് ഈസ്. അപ്പൊ ഓക്കെ, ഞാൻ പരമാവധി ഇതിന്റെ എല്ലാ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മതി. തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. താങ്ക് യു. നമുക്കിതിന്റെ ബാക്കി പോർഷൻസ് ക്വസ്റ്റ്യൻസ് FM ന്റെ ഭാഗവും അതേപോലെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം. താങ്ക് യു.